ഓക്കെ, സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന പാർട്ടിലെ CSIR PYQ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും തുടർന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാവുള്ളൂ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പർപ്പസ് ഓഫ് PYQ എന്താണെന്നും എങ്ങനെയാണ് ഓരോ PYQ ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ടത് എന്നും ഞാൻ അതിലാണ് വിശദീകരിക്കുന്നത്. അപ്പം എല്ലാ വീഡിയോസിലും അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോഴും പാർട്ട് 1 ഒന്ന് കാണുക. ഇതേ സെൽ കമ്മ്യൂണിക്കേഷൻ പാർട്ട് PYQ ഡിസ്കഷൻ്റെ പാർട്ട് 1 കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The following statements are made with reference to characteristics of glycosaminoglycans and proteoglycans, which are major constituents of extracellular matrix. Which one of them is incorrect? Okay, അതാണ് ചോദ്യം. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. അതിൽ നിന്ന് നല്ല കറക്റ്റായിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഒന്നാമത്തത്, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസ് ആർ വെരി ലോങ് പോളിസാക്കറൈഡ് ചെയിൻസ് കമ്പോസ്ഡ് ഓഫ് റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ് യൂണിറ്റ്സ് ഓഫ് എൻ അമിനോ ഷുഗർ ആൻഡ് എ യൂറോണിക് ആസിഡ്. ഓക്കെ, അപ്പം ഈ ഫിഗർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷുഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു യൂറോണിക് ആസിഡ് ഉണ്ട്. എന്താ യൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ യൂണിറ്റിന് മോണോസാക്കറൈഡിന് ഓക്സിഡേഷൻ നടന്ന് ഉണ്ടാവുന്ന ഒരു മോളിക്യൂളാണ് യൂറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പോണൻറ്റ് യൂറോണിക് ആസിഡ് ആയിരിക്കും, ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് N-അസറ്റൈൽ ഷുഗർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ N-അസറ്റൈൽ ഗ്ലൂക്കോസമൈനോ N-അസറ്റൈൽ ഗാലക്ടോസമൈനോ അങ്ങനെയുള്ള അമിനോ ഷുഗർ ആയിരിക്കും. ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡൈസാക്കറൈഡ് യൂണിറ്റ് ഉണ്ടാവും. ഈ ഡൈസാക്കറൈഡ് യൂണിറ്റ് N ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻ്റെ ഷുഗർ ബേസ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഈ രണ്ട് സംഗതിയും കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ആൻസർ തെറ്റാണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിലെ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം, മറന്നു പോകരുത്. അപ്പോൾ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് N-അസറ്റൈൽ ഷുഗർ യൂണിറ്റും ആയിരിക്കും, ഒന്ന് യൂറോണിക് ആസിഡും ആയിരിക്കും. യൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഷുഗറിന് ഓക്സിഡേഷൻ സംഭവിച്ചുണ്ടാവുന്നതാണ്. N-അസറ്റൈൽ അമൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസമൈനോ ഗാലക്ടോസമൈനോ എന്നൊക്കെ പറയുന്നത് അമിനോ ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതും ഓർമ്മിക്കുക. അതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിൽ ഉണ്ടാവുക. അത് പോളിസാക്കറൈഡ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം പഠിച്ച് വെക്കുക. ഓക്കെ, അല്ലാതെ ആൻസർ കണ്ടെത്തുകയല്ല നമ്മുടെ ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞു. ആൻസർ കണ്ടെത്തുക എന്നുള്ളത് സെക്കൻഡറി ആണ് PYQ ക്വസ്റ്റ്യൻ്റെ പാർട്ടിൽ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സെപ്റ്റ് ഫോർ ഹൈലൂറോണിക് ആസിഡ്. ഓക്കെ, ഒരു ഗ്ലൈക്കോസമിനോഗ്ലൈക്കാനാണ് ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഓൾ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസ് ആർ കൊവാലൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ പ്രോട്ടീൻ ആസ് പ്രോട്ടിയോഗ്ലൈക്കാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ കാണുന്ന ഷുഗർ പ്രോട്ടീൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഫ്രീ ആയിട്ട് ആസ് സച്ച് ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻ മാത്രമായിട്ട് കാണുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, ഹൈലൂറോണിക് ആസിഡ് ആണ്. കാണുന്നുണ്ടല്ലോ, ഈ ഹൈലൂറോണിക് ആസിഡ് പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടല്ല കാണുക, ഫ്രീ ആയിട്ടാണ് കാണുക. അതുകൊണ്ട് ഈ എക്സെപ്റ്റ് ഫോർ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ കറക്റ്റാണ്. ബാക്കി എല്ലാ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസും പ്രോട്ടീനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അറ്റാച്ച്മെൻറ്റ് കോവാലൻ്റ് അറ്റാച്ച്മെൻ്റ് ആണ്, അല്ലാതെ നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻ അല്ല. എന്ന് വെച്ചാൽ പെർമനൻറ്റ് ബോണ്ടായിട്ട് അവിടെ കിടക്കുകയാണ്, സ്ട്രോങ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോട്ടിയോഗ്ലൈക്കാനിൽ ആരാണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന, പ്രോട്ടിയോഗ്ലൈക്കാനില്ല, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മോളിക്യൂൾ ഒരേ ഒരു മോളിക്യൂൾ ആരാണ്, ഹൈലൂറോണേറ്റ് ആണ്, ഹൈലൂറോണിക് ആസിഡ് ആണ്. ബാക്കി എല്ലാം എന്താണ്, പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രോട്ടിയോഗ്ലൈക്കാനായിട്ടാണ് കാണുക. അപ്പോൾ ഈ ഒരു സംഗതിയും എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ആൻസർ അല്ല. ഓക്കെ, നമ്മൾ ആൻസർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൗ തേർഡ് വണ്ണിൽ എന്താ പറയുന്നത്, ഗ്ലൈക്കോപ്രോട്ടീൻസ്
ഓക്കെ, ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ് തിയറി എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൈക്കോ പ്രോട്ടീനും പ്രോട്ടിയോ ഗ്ലൈക്കാനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, ഓർമ്മയിലുണ്ടോ? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ഓർത്ത് നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് മാച്ചിങ് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻ്റെ കേസിൽ, പ്രോട്ടിയോ ഗ്ലൈക്കാൻ്റെ കേസിൽ ഏത് വാക്കാണോ ആദ്യം വരുന്നത് അവരുടെ എമൗണ്ട് കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോ പ്രോട്ടീനിൽ ആരാ കുറവ്? പ്രോട്ടീന് കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറവുമായിരിക്കും. പ്രോട്ടിയോ ഗ്ലൈക്കാനിൽ പ്രോട്ടീൻ കുറവും കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് കൂടുതൽ, ഇതാണ് കുറവ്. അത് രണ്ടിൻ്റെ കേസിലും ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം വരുന്ന ആൾക്ക് കുറവാണ്, രണ്ടാമത് വരുന്ന ആളാണ് കൂടുതൽ. അപ്പോൾ പറയുന്നത് എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് കണ്ടെയ്ൻ ലെസ് കാർബോഹൈഡ്രേറ്റ്. ശരിയല്ലേ? ആ ഒരു വാക്ക് ശരിയാണ് അല്ലേ? യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് റിലേറ്റീവ്ലി ഷോർട്ട് ബ്രാഞ്ച്ഡ് ഒലിഗോസാക്രൈഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോട്ടിയോ ഗ്ലൈക്കാനിലുള്ള ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഗ്ലൈക്കോ പ്രോട്ടീനിലുള്ള ഗ്ലൈക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആണ്. ആ കാര്യം നമ്മൾ പുതുതായിട്ട് ഓപ്ഷൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, PYQ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ, ഓപ്ഷനിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് PYQ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ അങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം ബ്രാഞ്ചഡ് ആണ് ഗ്ലൈക്കോ പ്രോട്ടീനിലുള്ള ഗ്ലൈക്കോ പാർട്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ പ്രോട്ടിയോ ഗ്ലൈക്കാനിലെ കാർബോഹൈഡ്രേറ്റ് പാർട്ട് ബ്രാഞ്ചഡ് അല്ല, ലീനിയറാണ്. ഇനി അപ്പം ബ്രാഞ്ചഡ് ഒലിഗോസാക്രൈഡ് ചെയിൻസ് എന്ന് പറഞ്ഞു. വെറസ് പ്രോട്ടിയോ ഗ്ലൈക്കാൻസ് കണ്ടെയ്ൻ മോർ കാർബോഹൈഡ്രേറ്റ്. അതും ശരിയാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാർട്ടാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പം മോർ കാർബോഹൈഡ്രേറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇൻ ദ ഫോം ഓഫ് ലോങ് അൺബ്രാഞ്ച്ഡ് ആണ് അല്ലേ? അപ്പം കാർബോഹൈഡ്രേറ്റ് പാർട്ട് എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ആണ്. ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻ ചെയിൻസ്. എന്തുകൊണ്ടാണ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻ ചെയിൻസ് എന്ന് പറയുന്നത്? ഇതാ കാണുന്നില്ലേ, N-അസറ്റൈൽ ഷുഗർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഓർമ്മയിലുണ്ടാവണം. ആസ് സച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ആൻസർ തെറ്റാണ്. നൗ ദ ലാസ്റ്റ് വൺ വിൽ ബി ദി കറക്റ്റ് ആൻസർ. പക്ഷേ എവിടെയാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പറയേണ്ടത് എന്തുകൊണ്ടാണത് കറക്റ്റ് അല്ലാത്തത്, അങ്ങനെയാണത് കറക്റ്റ് ആൻസർ ആവുന്നത്, എന്തുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ പഠിത്തം കൊണ്ട് കാര്യമുള്ളൂ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ലൈക്ക് O linked and N linked glycoproteins, O linked and N linked glycoproteins in proteoglycan, also glycosaminoglycans are linked to serine or threonine and asparagine residues. ഓക്കെ, നമ്മൾ അതിന് മുമ്പ് ഇവിടെ ഒരു nothing. ഓക്കെ, ക്ലിയർ ആണ്. O linked and N linked glycoproteins in proteoglycans. അപ്പോൾ O linked എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷുഗർ യൂണിറ്റ് എപ്പോഴും മോണോസാക്രൈഡ്സ് രണ്ട് തരത്തിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചിട്ടുണ്ടാകും. ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഷുഗർ യൂണിറ്റ് ഉണ്ടാക്കുന്ന ബോണ്ട്. എല്ലാ കോവാലൻ്റ് ബോണ്ടിനും ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് പറയുക. രണ്ട് ടൈപ്പ് കോവാലൻ്റ് ബോണ്ട് ത്രൂ ആണ് ഷുഗർ അത് വേറൊരു ആരോടായിട്ട് അല്ലെങ്കിൽ ഷുഗറുമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്നത്. ഒന്ന് N ആണ്, ഒന്ന് O ആണ്. എന്ന് പറയുമ്പോൾ ഒരു അമിനോ ഡെറിവേറ്റീവായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡുമായിട്ട്, നൈട്രജൻ ബേസുമായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ന്യൂക്ലിയോടൈഡ് എടുക്കുകയാണെങ്കിൽ ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് N ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പം ഒരു അമിനോ ഡെറിവേറ്റീവായിട്ട് ഉള്ള ലിങ്കേജിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഗ്ലൈക്കോസിഡിക് ബോണ്ട്, N ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി O ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉപയോഗിക്കുന്നത് അമിനോ ഡെറിവേറ്റീവായിട്ട് ഉപയോഗിക്കും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ രണ്ട് ഷുഗർ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ഇങ്ങനൊരു ബോണ്ട് കണ്ടിട്ടുണ്ടാകും അല്ലേ? സുക്രോസ് എടുക്കുകയാണെങ്കിൽ, ലാക്ടോസ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഇങ്ങനൊരു ബോണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ബോണ്ടോ കണ്ടിട്ടുണ്ടാകും. അപ്പം ഇവിടെയും ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും, ഇവിടെയും ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള ലിങ്കേജിനാണ് നമ്മൾ O എന്ന് പറയുന്നത്. അപ്പോൾ അമിനോയിൽ O ഉണ്ട് എന്ന് പറയാൻ കാരണം സെറൈൻ്റെ ഏറ്റവും അവസാനം എന്താണ്? OH ആണ് അല്ലേ? സെറൈൻ്റെ അവസാനം ഈ സൈഡ് ചെയിനിൻ്റെ എൻഡ് എന്ന് പറയുന്നത് OH-ലാണ് അവസാനിക്കുന്നത്. ഈ സൈഡ് ചെയിനുമായിട്ട് ഒരു ഷുഗർ യൂണിറ്റ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ OH ആണ്, ഷുഗർ യൂണിറ്റിൻ്റെ OH അവിടെ വരും. ഓക്കെ, OH എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക HO എന്ന് എഴുതുക, ലിങ്കേജ് O ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ലിങ്കേജ് എങ്ങനെ വരുന്നത്? ഇയാളങ്ങ് പോകും, H2O പോയിട്ട് ഈ ഓക്സിജനുമായിട്ടാണ് ലിങ്ക് വരുന്നത്. അപ്പം CH2OH എന്നുള്ളത് മാറിയിട്ട് CH2O ഷുഗർ.
ഇങ്ങനെ ഒരു ലിങ്ക് വരും. അപ്പോൾ അമിനോ ആസിഡുമായിട്ടും എന്തുണ്ട്, ഓ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സെറൈനുമായിട്ട്. ഓക്കെ, സെറൈനുമായിട്ട് ഉണ്ടാക്കുന്നത് ഓ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ടിടാ ഓ ലിങ്ക്ഡ് എൻ ലിങ്ക്ഡ് എന്ന് പറയുന്നത് കൃത്യം മനസ്സിലായല്ലോ അല്ലേ. ഇത് ഏതിൻ്റെ കേസിലാണ് പറയുന്നത്, ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെ കേസിലാണ് പറയുന്നത്, ഓർമ്മിക്കുക. ഇൻ പ്രോട്ടിയോഗ്ലൈക്കാൻ ഓൾസോ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസ് ആർ ലിങ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടിയോഗ്ലൈക്കാനിലുള്ളത് പോലെ തന്നെ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. എൻ ലിങ്ക്ഡ് ആയിട്ടുള്ളത് വളരെ റെയറായിട്ട് മാത്രമേ ആസ്പരാജിനുമായിട്ട് ഒരു ലിങ്ക് വരുള്ളൂ. വളരെ റെയറായിട്ട് മാത്രമേ ആസ്പരാജിനുമായിട്ട് ലിങ്ക് വരുന്നുള്ളൂ എൻ ലിങ്ക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കോമൺ ആയിട്ട് പ്രോട്ടിയോഗ്ലൈക്കാനിൽ കാണുന്നത് പോലെ ഓ ലിങ്ക്ഡും എൻ ലിങ്ക്ഡും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിൽ കാണുന്നത് സെറൈനുമായിട്ടുള്ള ലിങ്കേജ് ആണ്, അത് ഓ ലിങ്കേജ് ആണ്. അപ്പം സെറൈനുമായിട്ടാണ് കോമൺ ആയിട്ട് ഇതിൽ കാണുക. അപ്പം സെറൈൻ ആൻഡ് ആസ്പരാജിൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എവിടെ ഇല്ല, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിലില്ല. അത് പ്രോട്ടിയോഗ്ലൈക്കാൻസിൽ ഫീസിബിളാണ്. നോക്കാം നിങ്ങൾ ഇതിൽ ലിങ്കേജ് വരുന്ന നോക്കുക. ഒരു ടെട്രാസാക്രൈഡ് കോമ്പിനേഷൻ ഉണ്ട്. ഇതാണ് പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, ഗ്ലൈക്കോസമിനോഗ്ലൈക്കാനിലെ പ്രോട്ടീൻ പാർട്ട്. ഇതാണ് സെറൈൻ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതും പ്രോട്ടീനാണ്, ഇതും പ്രോട്ടീനാണ്, ഇതും പ്രോട്ടീൻ്റെ പാർട്ടാണ്. സെറൈനെ കാണിക്കാൻ വേണ്ടിയിട്ട് സെറൈൻ മാത്രം എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെറൈൻ ഉണ്ട് ഇവിടെ, CH2O. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഓ ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാണാം. ഓക്കെ, ഇത് ഓ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഈ കാണുന്നത്. അത് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസ് എന്താന്ന് പറഞ്ഞു, ഒരു യൂറോണിക് ആസിഡും ഒരു എൻ അസറ്റൈൽ ഷുഗറുമാണ്. ഓക്കെ, അപ്പോൾ അത് നേരിട്ടല്ല സെറൈനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അവിടെ ഒരു ലിങ്കറായിട്ട്, ഒരു ബ്രിഡ്ജായിട്ട് ഒരു 4 ഷുഗർ യൂണിറ്റ് ടെട്രാസാക്രൈഡ് ഉണ്ട്. ആ ടെട്രാസാക്രൈഡ് ഓർമ്മിക്കുക, ഗ്ലൂക്യൂറോണിക് ആസിഡാണിത്, GLCA എന്ന് പറയുന്നത്. ദെൻ ഗാലക്ടോസ്, സൈലോസ്. അപ്പം സെറൈൻ ഗ്ലൈക്കോസമിനോഗ്ലൈക്കാനുമായിട്ട് സെറൈൻ ലിങ്ക് ഉണ്ടാക്കുമ്പോൾ അത് ഏത് ഷുഗർ യൂണിറ്റിലാണ് അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഡൈസാക്രൈഡിനെ കുറിച്ച് പറയരുത്. യൂറോണിക് ആസിഡ്, എൻ അസറ്റൈൽ ഗ്ലൈക്കാൻ്റെ ഡൈസാക്രൈഡ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. ആരെക്കുറിച്ച് പറയണം, സൈലോസുമായിട്ടാണ് ശരിക്കും സെറൈൻ ലിങ്ക് ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനല്ല എന്ന് പറഞ്ഞു, അതിലുള്ള ഇൻഫർമേഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഗ്ലൈക്കോസമിനോഗ്ലൈക്കാൻസിൽ ഷുഗർ യൂണിറ്റുമായിട്ട്, അതായത് ഷുഗറിൻ്റെ പോളിസാക്രൈഡുമായിട്ട് ഒലിഗോസാക്രൈഡായിട്ട് ലിങ്ക് വരുമ്പോൾ അവിടെ പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഡൈസാക്രൈഡ് ആണ്. ആ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഡൈസാക്രൈഡ് നേരിട്ട് സെറൈനുമായിട്ട് ലിങ്ക് ആവുന്നില്ല, മറിച്ച് ഒരു ടെട്രാസാക്രൈഡ് ബ്രിഡ്ജുമായിട്ടാണ് ലിങ്ക് ആവുന്നത്. ടെട്രാസാക്രൈഡ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഡൈസാക്രൈഡ് മൾട്ടിപ്പിൾ യൂണിറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഗ്ലൂക്യൂറോണിക് ആസിഡാണ്, സെറൈനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് സൈലോസ് ആണ്. ഇത് രണ്ടിൻ്റെയും നടുക്കായിട്ട് 2 ഗാലക്ടോസ് യൂണിറ്റും ഉണ്ട്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷൻ കൃത്യമായിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഡൈസാക്രൈഡ് യൂണിറ്റുമായിട്ട് ലിങ്കുള്ള കാർബോഹൈഡ്രേറ്റ് ബ്രിഡ്ജിലെ കമ്പോണൻ്റ് ഏതാണെന്ന് ചോദിക്കും. ടെട്രാസാക്രൈഡിലെ സെറൈനുമായിട്ട് ലിങ്കുള്ള ടെട്രാസാക്രൈഡ് ബ്രിഡ്ജിലെ കമ്പോണൻ്റ് ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ 4 ഷുഗറും ടെട്രാസാക്രൈഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ലിങ്കറിലുള്ള 4 ഷുഗറും ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം, പഠിക്കണം, എഴുതി വെക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറേ അധികം കണ്ടൻ്റ് ഉള്ള ഓപ്ഷൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഓപ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. അങ്ങനെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാലും റിപ്പീറ്റ് ചെയ്യില്ല തന്നെ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അടുത്ത പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ്ഡ് പെർ വീഡിയോ കൂടുകയോ കുറയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക, റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ട് CSIR കിട്ടും.